Okay, everybody. So, who is saying first? ആരാണ് ആദ്യം കഥ പറയുന്നത്? അൻവിത. അൻവിത കുട്ടി കുറേ നേരമായി. ഇഷാനി അത് കഴിയുമ്പോൾ ചാൻസ് തരാം. അൻവിത അൺമ്യൂട്ട് ചെയ്തേ. എന്തുണ്ട് വിശേഷം? അൻവിത ചായ കുടിച്ചാ? കുടിച്ചില്ലേ? ചായ കുടിച്ചില്ല? ചായ കുടിച്ചോണ്ടിരിക്കുവാ? ചായ കുടിച്ചോണ്ട് കഥ പറഞ്ഞു അല്ലേ? അച്ചപ്പം തിന്നോ? അയ്യോ, നേരത്തെ പറഞ്ഞോ. പറഞ്ഞോ. എന്നിട്ടോ ഒരു മങ്കി ചെങ്ങ അവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അടിക്കൂടുന്ന ചോദിച്ചു. എന്നിട്ടോ ആപ്പിള് വേണ്ടിട്ട് അടി കൂടുന്നേന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ടോ അപ്പോ മങ്കി പറഞ്ഞു മത്സരം വെക്കാ പറഞ്ഞു. അപ്പോ ആമ പേരോടി. ആമക്ക് ഓടാൻ കഴിയില്ല. എന്താ പറ്റിയേ? അതെ, ആമ ചായ കുടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്നിട്ടോ ഫ്രണ്ടിന്റെ കയ്യില് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ മുളയ്ക്ക് കൊടുത്തു. അപ്പൊ മുളയുടെ പറഞ്ഞു, ഇതാണ് എനിക്ക് തിന്നു. മുയൽ തിന്നിട്ട് ഉറങ്ങി. അപ്പോൾ റാബിറ്റ് ആമ ഫീഡ് ഓടി. ആമ ജയിച്ചു. അതെയോ? ആമക്ക് കിട്ടി. അതെ, ആമക്ക് ആപ്പിള് കിട്ടി. അത് ശരി. എന്നാ ക്ലാപ്പ് കൊടുത്തേ അൻവിതക്ക് നല്ലോണം. നല്ല സ്റ്റോറിയാന്നല്ലോ. അച്ചപ്പോലെ തിന്നുന്നുണ്ടെങ്കിൽ നല്ലോണം സ്റ്റോറി പറഞ്ഞു കേട്ടാ. ഏച്ചി പഠിപ്പിച്ചെന്നതാ. അതെയാ? അപ്പൊ ശിവാനി ചേച്ചിയുടെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴും സ്റ്റോറി പഠിപ്പിച്ചു തരാൻ പറയണേ. നല്ല എന്തേ? ചേച്ചിക്ക് സ്റ്റോറി അറിയില്ലേ? എന്നാ അൻവിത കുട്ടി ചേച്ചിനെ പഠിപ്പിച്ചു കൊടുത്താലും മതി. ആയിക്കോട്ടെ. ലുബാബ കുട്ടി ഇതാ അവിടെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു. ലുബാബ അൺമ്യൂട്ട് ചെയ്യുമോളെ. ഇഷാനി മിസ് മറന്നുപോയിട്ടില്ല, മിസ്സിനെ അറിയാട്ടാ. ഇഷാനി കുട്ടിക്ക് അവസരം തരാം. ചായ കുടിച്ചാ ലുബാബ? ചായ കുടിച്ചാ? മിടുക്കി. പറഞ്ഞോ. പണ്ട് ഒരു അമ്മമാനും കുഞ്ഞിമാനും ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ. അപ്പോൾ അമ്മമാൻ പറഞ്ഞു, എവിടേക്കും പോനേന്ന്. അപ്പൊ അമ്മ ഉറങ്ങുമ്പോ മാൻ ഓടിയിട്ട് പിന്നെ കാട്ടിലേക്ക് പോയി. എവിടേക്ക്? കാട്ടിലേക്കാ? പൂക്കളെയും കണ്ടിട്ട് പോയി. അപ്പോൾ അവിടെ 2 സിംഹം മാനിനെ പിടിക്കാൻ വന്നു. അപ്പോൾ മാനവന് മുറി വെച്ചു. അപ്പോൾ മാൻ പറഞ്ഞു, നിങ്ങള് ആരാ ഫസ്റ്റ് ഓടി ആ മരത്തിന്റെ വരെ എത്തുന്നെന്ന്. അപ്പൊ പിന്നെ സിംഹം 2 ഓടും. അപ്പൊ കുഞ്ഞിമാൻ ഓടിയിട്ട് അമ്മയടുത്ത് രക്ഷപ്പെട്ടു. നല്ല സ്റ്റോറി. നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് മാൻ രക്ഷപ്പെട്ടു അല്ലേ? അത് തന്നെ. ഗുഡ്.
ഇനി ആരാ? ഇഷാനി. ഇഷാനി പിണങ്ങിയോ? അൺമ്യൂട്ട്. പറഞ്ഞോ. ഒരിടത്ത് ഒരു മേരിക്കുട്ടി ഉണ്ടായിരുന്നു. മേരിക്കുട്ടിയോ? ഒരു ഉണ്ടായിരുന്നു. ഒരു ദിവസം നല്ല കാറ്റ് വീശിയപ്പോ മേരിക്കുട്ടി ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ ഫൈവ് അതിനെ കാണുന്നില്ല. കടുവച്ചാര് പിടിച്ചു തിന്നു. ഇത് ആനച്ചാര് കണ്ടു. ആനച്ചാര് തുമ്പിക്കൈ കൊണ്ട് കടുവച്ചാര് ഒരു കാല് പിടിച്ച് കറക്കി ദൂരോട്ട് എറിഞ്ഞു കളഞ്ഞു. കഴിഞ്ഞോ? കടുവച്ചാരുടെ സ്റ്റോറി കഴിഞ്ഞു. ഇഷാനിച്ചാർക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഗുഡ് ഗേൾ. എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നതാ. അതെയോ? നല്ല സ്റ്റോറി ആട്ടോ. ഷാനിക്കുട്ടി ചായ കുടിച്ചായിരുന്നോ? ഓക്കെ, ഗുഡ് ഗേൾ. ഇനി ആർക്കേലും സ്റ്റോറി പറയണോ? ഓക്കെ, എന്നാ മിസ് ഒരു സ്റ്റോറി പറയാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറയാം കേട്ടോ. വൺസ് അപ്പോൺ എ ടൈം. ഓക്കെ എന്ന് പറഞ്ഞ എന്താ? പണ്ടൊരു കാലത്ത് there was a monkey and a crocodile. ഒരു മങ്കി അല്ലേ? മങ്കി എന്ന് പറഞ്ഞ എന്താ? ഒരു കുരങ്ങ് അല്ലേ? ഒരു കുരങ്ങും ഒരു മുതലയും ഉണ്ടായിരുന്നു. They were very good friends. അവർ രണ്ടും എന്തായിരുന്നു? നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. Monkey lived on a jamun tree. ജാമുൺ ഒരു ഫ്രൂട്ട് ട്രീ ആണ്, പഴം ഉണ്ടാകുന്ന ഒരു മരമാണത്, ജാമുൺ ട്രീ. ആ മങ്കി താമസിച്ചത് ഒരു ജാമുൺ ട്രീയുടെ മുകളിലാണ്. അത് നല്ല ജാമുൺ ഫ്രൂട്ട്സ് ഉണ്ടാവും. നല്ല മധുരമുള്ള നല്ല ഫ്രൂട്ടാ അത്. അപ്പോ then just below that tree there was a river. ആ ട്രീയുടെ ചുവട്ടിക്കൂടി ഒരു റിവർ ഉണ്ടായിരുന്നു, ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ഓക്കെ, and the crocodile lived in the river. crocodile നമ്മുടെ മുതലച്ചാര് എവിടെ താമസിച്ചേ? ആ പുഴയിലായിരുന്നു. Okay, so the monkey and the crocodile were very good friends. മങ്കിയും നമ്മുടെ ക്രൊക്കഡൈലും അല്ലെ, നമ്മുടെ ക്രൊക്കഡൈലും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവര് നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നേ. ഓക്കെ, സോ എവ്രി ഡേ ഈവനിങ് they used to meet each other. എല്ലാ ദിവസവും വൈകുന്നേരം അവരൊന്നിച്ചു കൂടും. എവിടെ? മങ്കി ട്രീയുടെ മുകളിൽ ഇരിക്കും, നമ്മുടെ ക്രൊക്കഡൈൽ എവിടെ വരും? ട്രീയുടെ ചുവട്ടിലേക്ക് വരും കേട്ടോ. അപ്പോ മങ്കി താമസിച്ചിരുന്ന ആ ട്രീയില് ഇറ്റ് വാസ് ഫുൾ ഓഫ് ജാമുൺ ഫ്രൂട്ട്. നല്ല പഴങ്ങൾ ഉണ്ടായിരുന്നു. മങ്കി താമസിച്ചുകൊണ്ടിരുന്ന ആ ജാമുൺ ട്രീയിൽ നിറയെ പഴങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ every day the monkey and the crocodile used to, in the evening they used to come together and speak a lot. എല്ലാ ദിവസവും വൈകുന്നേരം ഇവർ ഒന്നു ചേർന്ന് കുറെ സംസാരിക്കും, കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വർത്താനം പറഞ്ഞ് അങ്ങനെ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. ഓക്കെ, one day the monkey gave some jamun fruit to the crocodile. ഒരു ദിവസം ഈ മങ്കി എന്ത് ചെയ്തു? ആ ജാമുൺ ട്രീയുടെ മുകളിൽ നല്ല പഴുത്ത ജാമുൺ ട്രീ പഴങ്ങൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഒരു ദിവസം മങ്കി എന്ത് ചെയ്തു? 2-3 ജാമുൺ ഫ്രൂട്ട് അതിൽ നിന്ന് പറിച്ചിട്ട് ക്രൊക്കഡൈലിന് അങ്ങ് ഇട്ട് കൊടുത്തു, താഴേക്ക് ഇട്ട് കൊടുത്തു. ക്രൊക്കഡൈൽ അത് കഴിച്ചു. ഇറ്റ് വാസ് വെരി സ്വീറ്റ്, നല്ല മധുരമുള്ള പഴങ്ങളായിരുന്നു. ക്രൊക്കഡൈൽ അത് കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന് 2-3 മാറ്റിവെച്ചു. അപ്പൊ മങ്കി ചോദിച്ചു, നീ എന്തിനായി ഫ്രൂട്ട് മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചു. The crocodile said, I'll take it home. My wife is there. ക്രൊക്കഡൈൽ പറഞ്ഞു, ഞാൻ ഇതെന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞു.
ആൻഡ് ദെൻ ദ ക്രൊക്കഡൈൽ ടുക്ക് ഇറ്റ് ഹോം. ക്രൊക്കഡൈൽ അങ്ങനെ 2-3 ജാമുൻ പഴങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോയി. എവിടെയായിരുന്നു ക്രൊക്കഡൈൽ താമസിച്ചോണ്ടിരുന്നത്? എവിടെയാ? വെള്ളത്തിലാ അല്ലെ? ആ റിവറിലാ താമസിച്ചോണ്ടിരുന്നത്. ഓക്കെ, ഇൻ ദ മിഡിൽ ഓഫ് ദ റിവറിൽ അവർ താമസിച്ചോണ്ടിരുന്നത്, ക്രൊക്കഡൈലും അദ്ദേഹത്തിന്റെ വൈഫും. അപ്പോൾ എവ്രി ഡേ ദ ക്രൊക്കഡൈൽ വുഡ് ഈറ്റ് സം ഫ്രൂട്ട് ആൻഡ് ടേക്ക് ദ റെസ്റ്റ് ഫോർ ഹിസ് വൈഫ്. എല്ലാ ദിവസവും എന്താ ചെയ്തോണ്ടിരുന്നേ? ക്രൊക്കഡൈല് കുറച്ച് പഴങ്ങൾ കഴിക്കും, ബാക്കി എന്നും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ എവ്രി ഡേ ദ മങ്കി യൂസ് ടു ഗിവ് ദം ഫ്രൂട്ട്സ്. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം അവര് ഒന്നിച്ചിരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മുടെ മങ്കിച്ചാര് പഴങ്ങൾ പറിച്ചു കൊടുക്കും. ക്രൊക്കഡൈൽ അത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും കൊടുക്കും. അങ്ങനെ പോയി. ഓക്കെ, സോ ദെൻ ദ ക്രൊക്കഡൈൽസ് വൈഫ് വൺ ഡേ ഷീ തോട്ട് ദ മങ്കി ഈറ്റ്സ് ഫ്രൂട്ട് എവ്രി ഡേ. അല്ലെ, ഞങ്ങൾക്ക് മങ്കി തരുന്ന കുറച്ച് പഴങ്ങളെ നമ്മൾ കഴിക്കുന്നുള്ളൂ, പക്ഷെ ഈ മങ്കി എന്താ ചെയ്യുന്നത്? ദിവസം മുഴുവനും ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ദ ക്രൊക്കഡൈൽസ് വൈഫ് തോട്ട് ദാറ്റ് ഹിസ് ഹാർട്ട് വിൽ ബി വെരി ടേസ്റ്റി. ക്രൊക്കഡൈലിന്റെ വൈഫ് ഓർത്തു ഈ മങ്കിയുടെ ഹൃദയം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഓർത്തു. കാരണം ഇവൻ എന്നും ഈ ഫ്രൂട്ട് അല്ലേ കഴിക്കുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെ the crocodile's wife said her desire to the crocodile. ക്രൊക്കഡൈലിന്റെ വൈഫ് ക്രൊക്കഡൈലിനോട് കാര്യം പറഞ്ഞു, എനിക്ക് ആ മങ്കിയുടെ ഹാർട്ട് കഴിക്കാൻ വേണം എന്ന് പറഞ്ഞു. The crocodile did not agree. Crocodile was very angry and very sad. ക്രൊക്കഡൈലിന് ദേഷ്യം വന്നു അല്ലേ. ക്രൊക്കഡൈലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്? മങ്കി. അപ്പോ മങ്കിയുടെ ഹാർട്ട് എടുത്താൽ പിന്നെ മങ്കി ജീവിച്ചിരിക്കുവോ? ഇല്ല. അപ്പൊ ക്രൊക്കഡൈൽ പറഞ്ഞു അത് പറ്റത്തില്ല, എന്തായാലും മങ്കി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. The crocodile's wife understood that he will not agree. ക്രൊക്കഡൈലിന്റെ വൈഫിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? എന്തായാലും നേരെ ചൊവ്വേ പറഞ്ഞാലൊന്നും ക്രൊക്കഡൈൽ കാര്യം കേൾക്കത്തില്ല, മങ്കിയുടെ ഹാർട്ട് കഴിക്കാനും പറ്റത്തില്ല എന്ന് മനസ്സിലായി. എന്നിട്ടോ then one day the crocodile's wife pretended to be sick. എന്ന് പറഞ്ഞ എന്താ? ക്രൊക്കഡൈലിന്റെ വൈഫ് ഒരു ദിവസം അസുഖം വന്നതുപോലെ അങ്ങ് അഭിനയിച്ചു. When the crocodile came back to the home, he found his wife very sad and very unhealthy like. ഒരു ദിവസം ക്രൊക്കഡൈൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര ക്ഷീണിതയായിട്ടൊക്കെ കാണപ്പെട്ടു. അപ്പോ ക്രൊക്കഡൈൽ asked, what happened to you? ക്രൊക്കഡൈൽ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. The crocodile's wife said, I had gone to meet a doctor. ക്രൊക്കഡൈലിന്റെ വൈഫ് പറഞ്ഞു, ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. And the doctor said that I am suffering from a very എന്താ പറയുന്നത് ഡേഞ്ചറസ് ഡിസീസ് അല്ലെ. എനിക്ക് എന്തോ ഒരു ഭയങ്കര അസുഖമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇറ്റ് വിൽ ബി ക്യൂർഡ് ഓൺലി ഇഫ് ഐ ഈറ്റ് ദ ഹാർട്ട് ഓഫ് എ മങ്കി. എന്റെ അസുഖം മാറണമെങ്കിൽ ഡോക്ടർ ഒരേ ഒരു മരുന്നാ പറഞ്ഞേക്കുന്നത്, എന്താണ്? ഒരു മങ്കിയുടെ ഹാർട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. Yeah, and the doctor said that I have to eat the heart of a monkey, then only I will get well. ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. Now the crocodile was very sad. What to do? അല്ലേ? ഇപ്പൊ ക്രൊക്കഡൈലിന് ഭയങ്കര വിഷമം തോന്നി. എന്താ ചെയ്യാം? He did not want to kill his friend. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മങ്കിയെ എന്താണ് കൊല്ലാനായിട്ട് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. ബട്ട് he loved his wife too. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രൊക്കഡൈലിന് തോന്നി, എനിവേ ഐ വോണ്ട് ഗെറ്റ് ബോത്ത്. എനിക്ക് രണ്ടുപേരെയും ഒന്നിച്ച് കിട്ടില്ല. കാരണം ക്രൊക്കഡൈലിന് തോന്നി, മൈ വൈഫ് ഈസ് സഫറിങ് ഫ്രം എ ഡേഞ്ചറസ് ഡിസീസസ് ആൻഡ് ഷീ ഷുഡ് ഗെറ്റ് ദ മെഡിസിൻ. ക്രൊക്കഡൈൽ തീരുമാനിച്ചു, എന്തായാലും എന്റെ ഭാര്യയെ തന്നെ രക്ഷിക്കാം, ഫ്രണ്ടിനേക്കാൾ വലുതാണല്ലോ എന്റെ ഭാര്യ, അപ്പോൾ ഭാര്യയെ തന്നെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് the monkey agreed. The crocodile agreed to his wife that he will bring the monkey. ക്രൊക്കഡൈൽ സമ്മതിച്ചു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു. ആൻഡ് ദ ക്രൊക്കഡൈൽ വെന്റ് ടു ദ മങ്കി. ക്രൊക്കഡൈൽ അങ്ങനെ പതിവ് പോലെ വൈകുന്നേരം മങ്കിയുടെ അടുത്ത് ചെന്നു. They talked each other. ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ക്രൊക്കഡൈൽ പറഞ്ഞു, മൈ വൈഫ് വാണ്ട്സ് ടു സീ യു. ക്രൊക്കഡൈൽ പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മങ്കി പറഞ്ഞു, ഐ വിൽ കം ടു യുവർ ഹോം. അതിനിപ്പോ എന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ക്രൊക്കഡൈൽ പറഞ്ഞു, നാളെ ടുമോറോ മൈ വൈഫ് ഈസ് പ്രിപ്പയറിംഗ് എ വെരി ബിഗ് ഫീസ്റ്റ് ഫോർ യു, യു ഷുഡ് കം.
ക്രൊക്കഡൈല് പറഞ്ഞു, എൻ്റെ വൈഫ് നിനക്കൊരു വലിയ സദ്യ ഒരുക്കുന്നുണ്ട് നാളെ, നീ എന്തായാലും നാളെ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, ദ മങ്കി എഗ്രീഡ്. മങ്കി അത് എഗ്രി ചെയ്തു, ഞാൻ വരാമെന്ന് പറഞ്ഞേ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഡേ ദ ക്രൊക്കഡൈൽ കെയിം. ദ ക്രൊക്കഡൈൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് പോകാം. അപ്പൊ മങ്കി പറഞ്ഞു, ഹൗ വിൽ ഐ കം? ഐ ഡോണ്ട് നോ ടു സ്വിം. മങ്കി പറഞ്ഞു, എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ എങ്ങനെ വരും? ക്രൊക്കഡൈൽ പറഞ്ഞു, ഡോണ്ട് വറി, യു ക്ലൈംബ് ഓൺ മീ, ഐ വിൽ ടേക്ക് യു. ക്രൊക്കഡൈൽ പറഞ്ഞു, നീ എൻ്റെ പുറത്തിരുന്നോ, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ദ മങ്കി സ്റ്റാർട്ടഡ് ഹിസ് ജേർണി. മങ്കി ഏതായാലും ക്രൊക്കഡൈലിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. അങ്ങനെ മങ്കി വാസ് സിറ്റിംഗ് ഓൺ ദ ക്രൊക്കഡൈൽ ആൻഡ് ദേ വെയർ ട്രാവലിംഗ് ത്രൂ ദ വാട്ടർ. അങ്ങനെ മങ്കി ക്രൊക്കഡൈലിന്റെ മുകളിൽ കയറിയിരുന്ന് അവരങ്ങനെ പോവുമായിരുന്നു. As they were about to reach the middle of the river, the crocodile said. അവർ ഏകദേശം ആ നദിയുടെ മിഡിൽ ഭാഗത്തൊക്കെ എത്താറായി. അപ്പോൾ ക്രൊക്കഡൈൽ പറഞ്ഞു, ഐ എം വെരി സോറി ടു ടെൽ യു ദാറ്റ് ഐ എം ഗോയിങ് ടു കിൽ യു. ക്രൊക്കഡൈൽ പറഞ്ഞു, എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമുണ്ട്, എന്നാലും ഞാൻ നിന്നെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ടോ, ബിക്കോസ് മൈ വൈഫ് വാണ്ട്സ് ടു ഈറ്റ് യുവർ ഹാർട്ട്. എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ ഹാർട്ട് കഴിക്കണം, അതുകൊണ്ട് ഐ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോ ദ മങ്കി ജസ്റ്റ് തോട്ട് വാട്ട് ടു ഡു. പെട്ടെന്ന് മങ്കി വിചാരിച്ചു, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ, വെള്ളത്തിന്റെ നടുക്കാ ഉള്ളത്, നീന്താൻ അറിയില്ല, എന്തായാലും ക്രൊക്കഡൈൽ വിചാരിക്കുന്ന കാര്യം നടക്കും. ബട്ട് സഡൻലി ദ മങ്കി ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് മങ്കിക്ക് ഒരു ബുദ്ധി വന്നു. മങ്കി പറഞ്ഞു, ഓ മൈ ഡിയർ, യു കുഡ് ടെൽ മീ ഇറ്റ് ബിഫോർ. അപ്പൊ മങ്കി ക്രൊക്കഡൈലിനോട് പറഞ്ഞു, ഓ എൻ്റെ ഡിയർ ഫ്രണ്ടേ, പ്രിയപ്പെട്ട ഫ്രണ്ടേ, നിനക്കിത് ആദ്യമേ എന്നോട് പറയത്തില്ലായിരുന്നോ? ബിക്കോസ് ഐ കീപ് മൈ ഹാർട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ജാമുൻ ട്രീ. മങ്കി പറഞ്ഞു, ഞാൻ എൻ്റെ ഹാർട്ട് എവിടെയാ വെക്കുന്നത് നിനക്കറിയോ? ഞാൻ ആ ജാമുൻ ട്രീയുടെ ഏറ്റവും മുകളിലാണ് ഞാൻ എൻ്റെ ഹാർട്ട് സൂക്ഷിക്കാറ്. അപ്പൊ നീ ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് എടുത്തോണ്ട് വരികയില്ലായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മങ്കി പറഞ്ഞു, ഓക്കെ ദെൻ വി വിൽ ഗോ ബാക്ക് ആൻഡ് ഐ വിൽ ടേക്ക് ദ ഹാർട്ട് ആൻഡ് കം. ക്രൊക്കഡൈലിനോട് മങ്കി പറഞ്ഞു, എങ്കിൽ നമുക്ക് തിരിച്ചു പോയിട്ട് നീ എന്നെ ആ മരത്തിന്റെ അവിടെ വരെ കൊണ്ടുവിട്, ഞാൻ എൻ്റെ ഹാർട്ട് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. ദ ക്രൊക്കഡൈൽ അഗ്രീഡ് ആൻഡ് they turned back. ക്രൊക്കഡൈൽ പറഞ്ഞു, എന്നാ ശരി, പോയി ഹാർട്ട് എടുത്തോണ്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് അവർ വീണ്ടും തിരിച്ച് ട്രീയുടെ അടുത്തേക്ക് വന്നു. As they were about to reach the tree, the monkey climbed on the tree, jumped to the tree. അവർ ട്രീയുടെ അടുത്ത് എത്താറായപ്പോഴേക്കും മങ്കി എന്ത് ചെയ്തു, ഒറ്റ ചാട്ടം ചാടി മരത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് പറഞ്ഞു, എന്താണ് സോ എന്നിട്ട് മങ്കി പറഞ്ഞു, നീ ഇത്രയ്ക്കൊരു മണ്ടനായി പോയല്ലോ അല്ലേ, എൻ്റെ ഹാർട്ട് ഞാൻ ഈ മരത്തിന്റെ മുകളിൽ വെച്ച പിന്നെ ഞാൻ എങ്ങനെയാ ജീവിച്ചിരിക്കുക? ദിസ് ഈസ് ഓൺലി വേ ഐ ഹാഡ് ടു എസ്കേപ്പ്. പറഞ്ഞു, ഇനി ഒരിക്കലും നീ എൻ്റെ ഫ്രണ്ടും അല്ല, എൻ്റെ അടുത്ത് വരികയും വേണ്ട. എൻ്റെ ഹാർട്ട് എവിടെയാ ഉള്ളത്? എൻ്റെ ഹാർട്ട് എൻ്റെ തന്നെ, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാനിത് ട്രീയുടെ മുകളിലൊന്നും അല്ല വെച്ചേക്കുന്നത് അല്ലേ. ഇൻ ഓർഡർ ടു സേവ് മൈസെൽഫ് ഐ ഓൾസോ യൂസ്ഡ് ദിസ് ട്രിക്ക്. അങ്ങനെ എന്താണ്, മങ്കി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. ഓക്കെ, സ്റ്റോറി നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ക്ലാപ്പ് തരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, മതി മതി മതി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എഴുതാനൊക്കെ തുടങ്ങിയോ എല്ലാവരും? അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി? ഓക്കെ, ആദിശ്രീ കുട്ടി, ആദിശ്രീ. ഓക്കെ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഫാത്തിമ മെഹ്റിൻ, മുഹമ്മദ് ഷാഹൽ, ഇഷാനി, ഫാത്തിമ ജബീർ, ആദിശ്രീ,
ഏതൻ തോമസ്. അൻവിത. അൻവിത പ്രജീഷ്. എബൽ സിൻഡോ. ലുബാബ. ഇനി ആരെങ്കിലും സ്റ്റോറി പറയുന്നുണ്ടോ? വേറെ ആരെങ്കിലും സ്റ്റോറി ഉണ്ടോ പറയാൻ? ഫാത്തിമ മെഹ്റിൻ സ്റ്റോറി പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ. പറഞ്ഞു. ഒരു മാനും എലിയും കാക്കയുണ്ടായിരുന്നു. ഒരൂസം വേട്ടക്കാരൻ ആന വെള്ളയിൽ കുടുക്കി. അത് കണ്ട് കാക്ക എലിനെയും കൂടി പറന്നു പോയി. എലി വെള്ളം കുടിച്ചു പൊട്ടിച്ചു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഗുഡ്. ഓക്കേ. ഓക്കേ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എന്നാല് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ദിവസം കാണാം. മൺഡേ കാണാം. റൈംസിന്റെ പീരീഡിൽ കേട്ടോ. റൈംസിന്റെ അവറിൽ കാണാം. എല്ലാരും കുളിച്ചോ? കുളിച്ചു മിടുക്കരൊക്കെ ആയിട്ടായിരിക്കുന്നല്ലേ? ഹോംവർക്ക്സ് ഒക്കെ ഉണ്ടോ ചെയ്യാൻ? എല്ലാം ചെയ്ത് കഴിഞ്ഞോ നിങ്ങള്? ആദിശ്രീക്കുട്ടി ചെയറിന്റെ മുകളിലാണല്ലോ ഉള്ളത്. താഴെ വീഴല്ലേ? ബൈ. ഷഹൽ, ഷഹലെ നോക്കിക്കേടെ ഇങ്ങോട്ടൊന്ന്. ഓക്കേ. ഗുഡ് ബോയ്. അത് ശരി. കണ്ടു നിന്നെ ഞാൻ കണ്ടു ഷഹലെ. ഓക്കെ, ഓടി രക്ഷപ്പെട്ടു. ഓക്കെ ദെൻ ബൈ. അടുത്ത ദിവസം കാണാട്ടോ. ഷഹലു എവിടെ പോയിരുന്നാലും കാണുന്നുണ്ട് ഞാൻ. ബൈ മക്കളെ.